2-3 ദിവസമായി ചെറുനാരങ്ങ വേവിച്ച് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചത്. ഇന്ന് അത് അച്ചാർ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി വെച്ചു. ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തത്. നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. 2 കുടം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും അധികം എരിവില്ലാത്ത ഉണ്ട പച്ചമുളകില്ലേ, അത് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും. ഇത് 3ഉം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നാരങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഉപ്പാണ് ഇവിടെ ചേർത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് സിമ്മിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുക ഗ്രേവി ലൂസാക്കാനായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ 8 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് കഴുകി കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. 8 ചെറുനാരങ്ങയ്ക്കാണ് 8 ഡേറ്റ്സ് എടുത്തത് കേട്ടോ. അത് നല്ല വലിപ്പമുള്ള ഡേറ്റ്സ് ആയിരുന്നു. അതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളതിലേക്ക് കായപ്പൊടി ചേർത്തു. കായപ്പൊടി 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഇത് കുറച്ച് ചെറുനാരങ്ങയല്ലേ ഉള്ളൂ. പിന്നെ കടുകും ഉലുവയും കൂടെ ചൂടാക്കി പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ഉപ്പിട്ട് വെച്ച ചെറുനാരങ്ങ ഇതിലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ചെറുനാരങ്ങ ഓൾറെഡി ആവി കയറ്റിയിട്ടുള്ള കാരണം വെന്തിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഗ്രേവിയൊക്കെ നമ്മുടെ ലൂസിനെടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി.